ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗശൂന്യമായി തുരുമ്പെടുത്ത് കിടക്കുന്ന ഇരുമ്പ് എങ്ങനെ പുതിയതുപോലെ ആക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മളതിൻ്റെ പിടി ഊരി മാറ്റുകയാണ്. ഈ സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പിടി ഊരിയെടുക്കാം. ഇനി നമ്മൾ ഗ്രൈൻഡിങ് മെഷീൻ ഉപയോഗിച്ച് തുരുമ്പെല്ലാം ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. ഗ്രൈൻഡിങ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സേഫ്റ്റി ഗ്ലാസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ബ്ലേഡൊക്കെ ഒടിഞ്ഞ് തെറിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ എല്ലാ വശവും നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഗ്രൈൻഡിങ് മെഷീൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇരുമ്പിൻ്റെ മുനഭാഗം ഇച്ചിരി പോയിട്ടുണ്ട്. അത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ അറ്റം ഒടിഞ്ഞു പോയ ഭാഗം നല്ലപോലെ വളച്ചെടുക്കുകയാണ്. തുരുമ്പെല്ലാം നമ്മൾ ആദ്യം ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞ ശേഷം നമ്മളതിൻ്റെ വാത്തല ഭാഗം ഗ്രൈൻഡ് ചെയ്ത് കനം കുറച്ചെടുക്കുകയാണ്. അതിൻ്റെ വാത്തലയുടെ കനത്തിനനുസരിച്ച് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഒരുപാട് കനമായി കഴിഞ്ഞാൽ നമുക്ക് മൂർച്ച കിട്ടത്തില്ല. എന്നിട്ട് നമ്മളതിൻ്റെ മൂർച്ച ഇങ്ങനെ കൈവച്ച് നോക്കി അറിയാൻ പറ്റും മൂർച്ചയായിട്ടുണ്ടോയെന്ന്. അതിനുശേഷം നമ്മൾ ഗ്രൈൻഡിങ് വീല് മാറ്റിയിട്ടിട്ട് അതിൻ്റെ വാത്തല കൂട്ടാൻ വേണ്ടിയിട്ട് ഗ്രൈൻഡ് ചെയ്യുകയാണ്. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാത്തല ഒരുപാട് കയറിപ്പോവും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം ഗ്രൈൻഡ് ചെയ്യാൻ. രണ്ട് സൈഡും മാറി മാറി കനം കുറച്ച് കൊണ്ടുവരണം വാത്തലയുടെ. നല്ല മൂർച്ച കിട്ടത്തുള്ളൂ. നമ്മൾ വാത്തല നോക്കുമ്പോൾ അറിയാം കനമുള്ളത് എവിടെയാണെന്ന്. ആ കനമുള്ളിടം കൂടുതലായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കളയണം.
ഗ്രൈൻഡ് ചെയ്ത ശേഷം നമ്മളിങ്ങനെ കൈവച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും മുറിച്ച് വന്നിട്ടുണ്ടോ എന്ന്. മനയറ്റത്ത് കുറച്ച് മുറിച്ച് വരാനുണ്ട്, അവിടെ മാത്രം നമ്മൾ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് കളയുകയാണ്. തുരുമ്പെല്ലാം നമ്മൾ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്ത് കളയണം. ഉപയോഗിക്കാതിരുന്നുകൊണ്ട് തുരുമ്പായിരിക്കുവാണ്. ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഇരുമ്പൊക്കെ നമുക്ക് ഇതേപോലെ ഗ്രൈൻഡിങ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാം ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ പിടി ഫിറ്റ് ചെയ്യാനുണ്ട്. അത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. തുരുമ്പൊക്കെ കളഞ്ഞ് മണ്ണൊക്കെ കളഞ്ഞൊന്ന് കഴുകിയെടുക്കാം. സോപ്പ് വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ കഴുകിയെടുക്കുന്നത്. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുകയാണ്. നമ്മുടെ പിടി വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്ത് ഫിറ്റ് ചെയ്യാം. നമുക്ക് പിടി സെറ്റ് ചെയ്യുകയാണ് ഇനി. നട്ട് ബോൾട്ട് ഇട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഹോളിലേക്ക് പിടി കറക്റ്റ് വെച്ചിട്ട് സ്ക്രൂ ഇട്ട് മുറുക്കിയെടുക്കുകയാണ്. ഹോളിലേക്ക് വെച്ച് മെഷീൻ വെച്ച് ടൈറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ പിച്ചാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മൂർച്ച ഒന്ന് കൂട്ടിയെടുക്കണം. അത് പേപ്പർ വെച്ചൊന്ന് പിടിച്ചെടുക്കുകയാണ്. സാൻഡ് പേപ്പർ വെച്ച് നമ്മൾ അതിൻ്റെ വാതിൽ ഒന്ന് തേച്ചെടുക്കുകയാണ്. ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നമ്മൾ ഒരേപോലെ ചെയ്തു വന്നില്ലെങ്കിൽ എൻ്റെ വാതല പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇത് 120 പേപ്പറാണ്. അത് വെച്ചാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നത്. മുറിച്ച് കൂട്ടാൻ ഉപയോഗിക്കുന്ന കല്ല് വെച്ച് നിറച്ചെടുക്കുകയാണ്.
നല്ല മൂർച്ചയായിട്ടുണ്ട്. കൈവച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും മൂർച്ചയുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ നമ്മുടെ ഇരുമ്പ് പഴയതുപോലെ റെഡിയാക്കി എടുത്തേക്കുവാണ് നമ്മൾ. ഇനി നമുക്കിതിൻ്റെ മൂർച്ച ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലപോലെ മൂർച്ച വന്നിട്ടുണ്ട്, നല്ലതായിട്ട് മുറിയുന്നുണ്ട്. ഉപയോഗിക്കാതെ എടുത്ത് കളഞ്ഞിരുന്ന ഇരുമ്പാണ്, അതാണ് നമ്മൾ റെഡിയാക്കി എടുത്തേക്കുന്നത്. നല്ലപോലെ മുറിയുന്നുണ്ട്, നല്ല മൂർച്ചയായിട്ടുണ്ട്. നമുക്ക് ഈ ഓലക്കാലം ചെത്തി നോക്കാം. നല്ല മൂർച്ചയുണ്ട്, നന്നായിട്ട് മുറിയുന്നുണ്ട്. ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ഉപയോഗശൂന്യമായ ഇരുമ്പുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കും. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.